കരയുന്ന കണ്ണ് വേണം. അല്ലാഹുവിനോട് ദുആ ഇറക്കണം. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഇൽമിൻ ലാ യൻഫഅ വമിൻ നഫ്സിൻ ലാ തശ്ബഅ വമിൻ ഐനിൻ ലാ തദ്മഅ വമിൻ ദുആഇൻ ലാ യുസ്തജാബു ലഹാ. നബി തങ്ങളുടെ പ്രാർത്ഥനയാണത്. വേറെ ഒരു റിവായത്തിൽ വേറെയും വാക്കുകളിൽ ഈ പ്രാർത്ഥന വന്നിട്ടുണ്ട്. നമ്മൾ ഇന്നലെ അത് ചർച്ച ചെയ്തു, ഇന്നലത്തെ ഒരു സ്ഥലത്ത് ഇതേ ദുആ. പക്ഷെ ഈ വാക്കുകളല്ല, വേറെ വാക്കുകളിൽ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഇൽമിൻ ലാ യൻഫഅ, ഉപകാരപ്പെടാത്ത അറിവെനിക്ക് വേണ്ട റബ്ബേ. വമിൻ നഫ്സിൻ ലാ തശ്ബഅ, മതിവരാത്ത ശരീരം, എന്ത് കിട്ടിയാലും വയറ് നിറയാത്ത ശരീരം, അത് വേണ്ട റബ്ബേ. വമിൻ ഐനിൻ ലാ തദ്മഅ, കരയാത്ത കണ്ണെനിക്ക് വേണ്ട റബ്ബേ. വമിൻ ഖൽബിൻ ലാ യഖ്ശഅ, നിന്നെ പേടിക്കാത്ത ഹൃദയവും എനിക്ക് വേണ്ട റബ്ബേ. ദ്വാരക്കണമെന്നാണ്. നമ്മുടെ കണ്ണുകളെ കൊണ്ട് കരയാൻ കഴിഞ്ഞില്ലെങ്കിൽ അതൊരു അപകടമാണ്. മഹാനായ യസീദ് ഇബ്നു ഹാറൂൻ റളിയല്ലാഹു തആല അൻഹു, അന്നൊരു കവി അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് കയറി ചൊല്ലുന്നു. യസീദ് ഇബ്നു ഹാറൂൻ എന്നവർ ജീവിതകാലം മുഴുവനും നന്മയിൽ ചെലവഴിച്ച നമ്മുടെ സലഫ് സ്വാലിഹീങ്ങളിലെ പ്രഗൽഭനാണ്. ഖുർആൻ ഓതുകയും കരയുകയും ചെയ്യും. ഖുർആൻ ഓതുന്നു, കരയുന്നു. അവിടെ വന്നിറങ്ങുന്ന ആളുകൾ, ആ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാൽ തൊട്ടു മുമ്പിൽ താമസിക്കുന്ന ഒരുത്തൻ മോശപ്പെട്ട പാട്ടുകൾ പാടുകയും അത് കേൾക്കുകയും ചെയ്യുന്ന ആളാണ്. തൊട്ടിപ്പുറത്ത് യസീദ് ഇബ്നു ഹാറൂൻ തങ്ങളുടെ ഖുർആൻ. നേരെ വാതിലിന്റെ മുന്നിൽ നിൽക്കുന്ന വീട്, തിന്മ നടക്കുന്ന വീട്. അങ്ങനെ സംഭവിക്കാം. എത്രയോ നല്ല ഭർത്താക്കന്മാർ, നിസ്കരിക്കാത്ത ഭാര്യമാർ, തഹജ്ജുദ് പോലുള്ള ഖിയാമുൽ ലൈൽ പോലുള്ള ഇബാദത്തുള്ള ഭാര്യമാർ, എന്നാൽ സുബ്ഹി അടക്കം ഒരു നിസ്കാരവും നേരത്തെ നിസ്കരിക്കാത്ത ഭർത്താക്കന്മാർ. അങ്ങനെ ഉണ്ടാകും. ഖുർആൻ താഴെ വെക്കാത്ത ഉമ്മമാർ, എന്നാൽ മൊബൈൽ ഫോണിൽ അരുതാത്തതും വേണ്ടാത്തതും കണ്ട് സമയം കളയുന്ന മക്കൾ അതേ വീട്ടിലുണ്ടാകാം. ഇത് അല്ലാഹുവിന്റെ ലോകമാണ്. വേണ്ടവർക്ക് വേണ്ട വിധേന ചെയ്യാം. പക്ഷെ മരണം കഴിഞ്ഞാൽ പിന്നെ കർമ്മം ചെയ്യാനുള്ള സമയം അവസാനിച്ചു. ഇനി പ്രതിഫലത്തിന്റെ ദിവസമാണ്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു അതുകൊണ്ടാണ് പറഞ്ഞത്, ജനങ്ങളെ, അൽയൗമ അമലുൻ ബിലാ ഹിസാബ്, ഇന്ന് പ്രവർത്തനമാണ്, അല്ലാഹുവിന്റെ ചോദ്യം വരുന്നില്ല. ഗദൻ ഹിസാബുൻ വലാ അമൽ, നാളെ വിചാരണയാണ്, നാളെ കർമ്മം ചെയ്യാൻ കഴിയില്ല. ഇന്ന് കർമ്മം ആരും നിങ്ങളെ വിചാരണ ചെയ്യുന്നില്ല. അല്ലാഹുവിന്റെ വിചാരണ ഈ ലോകത്തില്ല. റബ്ബ് നിങ്ങളെ വിചാരണ ചെയ്യുന്ന പരലോകത്താണ്, മരണത്തിന് ശേഷമാണ്. മരണം സംഭവിച്ചാൽ പിന്നെ കർമ്മങ്ങളില്ല, പിന്നെ വിചാരണയാണ് ബാക്കിയുള്ളത്. അല്ലാഹുവേ, നമ്മൾ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും പോവേണ്ട ഒരു ലോകമാണത്. നമ്മൾ വേണ്ടെന്ന് വെച്ചാലും ഇല്ലെങ്കിലും നമ്മെ കൊണ്ടുപോയി മറവ് ചെയ്യും. നമ്മുടെ മേൽ മൂടുകല്ലുകൾ വെക്കും, നമ്മുടെ മീതെ മണ്ണ് വാരിയിടും. ഒന്ന് എഴുന്നേറ്റ് പോരാൻ പോലും അവിടെ നിന്ന് കഴിയില്ല. ആ ഒരു ലോകത്തേക്ക് നമ്മളെ ചുമലിൽ കൊണ്ടുപോയി വെക്കുന്ന ഒരു നാളിനെ കാത്തിരിക്കുന്നവരാണ് ഭൂമിയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളെല്ലാവരും. ഇത് അല്ലാഹു നൽകിയ സൗഭാഗ്യമാണ് ഈ ജീവിതം. ഈ ജീവിതം റബ്ബ് തന്നൊരു അനുഗ്രഹമാണ്. നമുക്ക് സ്വർഗം തരാൻ, നമുക്കവനെ കാണിച്ചു തരാൻ. ഈ ലോകത്ത് വരികയും എന്നാൽ അല്ലാഹുവിനെ നിഷേധിക്കുകയും യുക്തിവാദം പറയുകയും ചെയ്യുന്ന ആളുകൾക്ക് നാളെ നരക ശിക്ഷയാണെങ്കിൽ ആമന്നാ ബില്ലാഹ്, ഞങ്ങൾ അല്ലാഹുവിൽ വിശ്വസിച്ചു, അവന്റെ റസൂലിൽ വിശ്വസിച്ചു, അവന്റെ മലക്കുകളിൽ വിശ്വസിച്ചു, അല്ലാഹുവിന്റെ കിതാബുകളിൽ വിശ്വസിച്ചു, യൗമുൽ ആഖിറിൽ വിശ്വസിച്ചു, റബ്ബിന്റെ ഖളാഇൽ വിശ്വസിച്ചു, അംബിയായിൽ വിശ്വസിച്ചു. മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു നാളെ അവനെ കാണിച്ചു കൊടുക്കും. ഈ ഭാഗ്യം ഇവിടെ ജീവിച്ചവർക്കല്ലേ ഉണ്ടാകൂ, നന്മ ചെയ്തവർക്കല്ലേ ഉണ്ടാകൂ. അതുകൊണ്ട് ഈ സൗഭാഗ്യം ഒരിക്കലും ഒരു ദൗർഭാഗ്യമാക്കി മാറ്റാതെ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ വിരൽ കടിക്കുന്ന പോലെ വേണ്ടില്ലായിരുന്നുവെന്ന് സ്വന്തം ജീവിതത്തെ ഓർത്ത് സങ്കടപ്പെടരുത്. ഇന്ന് കർമ്മമാണ്, വിചാരണയില്ല. നാളെ വിചാരണയാണ്, കർമ്മമില്ല. ഈ ഒരു വാക്ക് നമുക്ക് എവിടെയെങ്കിലും എപ്പോഴും കാണുന്നിടത്ത് എഴുതി വെച്ചാൽ നമുക്ക് നമ്മെ തന്നെ തിരുത്താൻ അത് സഹായകമാകും. നമ്മുടെ ചില വാക്കുകളെ നിയന്ത്രിക്കാൻ, നമ്മുടെ ചില ചിന്തകളെ നിയന്ത്രിക്കാൻ, നമ്മുടെ ചില കർമ്മങ്ങളെ നിയന്ത്രിക്കാൻ അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ തമ്പുരാനെ. صلوا على النبي محمد وآله. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه
അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹി. ഒരുപാട് സ്വലാത്ത് നമ്മുടെ ഹബീബിന്റെ ഹദറത്തിലേക്ക് എത്തും. അല്ലാഹു എത്തിച്ചു കൊടുക്കട്ടെ, അവിടുത്തെ അല്ലാഹു സന്തോഷിപ്പിക്കട്ടെ.